ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു താസിർ 9ാമത്തെ പാഠം ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് വരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവീൻ, ഞാൻ വിവരിച്ചു തരാം. ഈ വർഷത്തിനു ശേഷം ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. മനുഷ്യരെ, ഈ പ്രദേശത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷത്തിൽ പരം സഹാബികളെ സാക്ഷിയാക്കി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ വിടവാങ്ങൽ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസംഗം നടത്തി. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നമ്മൾ പാഠത്തിലൂടെ മനസ്സിലാവുന്നത്. പാഠത്തിലേക്ക് കടക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ നടത്തിയ പ്രഭാഷണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. പ്രസംഗത്തിൽ പരാമർശിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലത് ഇവയാണ്: നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, 5 നേരം നിസ്കരിക്കുക, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, നേതാക്കളെ അനുസരിക്കുക, അക്രമം നടത്തരുത്, പരസ്പരം രക്തം ചിന്തരുത്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്, അന്യരുടെ ധനം അപഹരിക്കരുത്, സ്ത്രീകളെ ആദരിക്കണം, ദുരാചാരങ്ങൾ വെടിയണം, പലിശ ഉപേക്ഷിക്കണം, ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം. മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠതയില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഭാഷണത്തിൽ ജനങ്ങളോട് പറഞ്ഞത്. പിന്നെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുകൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ? 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് എഴുതണം. പിന്നെ തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠതയില്ല, മനസ്സിലാക്കാം. ഹിജ്റ 10ാം വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിലായിരുന്നു ഈ പ്രഭാഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10ാം വർഷമാണ് ഹജ്ജ് നടത്തിയതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഹിജ്റ 10ാം വർഷം. ഹിജ്റക്ക് ശേഷം തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. അതായത് 53ാം വയസ്സിലെ ഹിജ്റക്ക് പോയിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഹജ്ജ്. അപ്പോൾ തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജേ നടത്തിയിട്ടുള്ളൂ. അത് ഹിജ്റക്ക് ശേഷമാണ് നടത്തിയത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹജ്ജത്തുൽ വദാ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10ാം വർഷം നടത്തിയ ഹജ്ജ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹജ്ജത്തുൽ വദാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ വർഷം ഹജ്ജ് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1,00,000-ലധികം സഹാബികൾ ഉണ്ടായിരുന്നു. എത്ര പേരായിരുന്നു? 1,00,000-ലധികം സഹാബികൾ ഉണ്ടായിരുന്നു. പ്രഭാഷണത്തിന്റെ അവസാനം അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. ഹജ്ജത്തുൽ വദായിൽ പ്രഭാഷണത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ചോദ്യം വരാം. എന്താണ്? ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പൊ ഇതിന് ഏതെങ്കിലും ഭാഗം വിട്ടതായിട്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കാം. ഫത്ഹ് മക്കയോടെ ജസീറത്തുൽ അറബ് മുഴുവനും ഇസ്ലാം വ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രഭ ലോകം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്ര നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചു. നാനാഭാഗങ്ങളിൽ നിന്നും ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി പ്രകാശിച്ചു. എന്താണ്? രാഷ്ട്ര നേതാക്കൾക്കും രാജാക്കന്മാർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. നാനാഭാഗത്തുനിന്ന് ആളുകൾ ഒറ്റയായും കൂട്ടമായൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി പ്രകാശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു.
ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന നിയമവ്യവസ്ഥയായ ഇസ്ലാം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഇസ്ലാമിൻ്റെ വരവ് മനസ്സിലാക്കുക. സഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു. അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിച്ചേർന്നു. സഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു. അങ്ങനെയാണ് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിച്ചേർന്നത്. ഇപ്പോൾ പാഠം മനസ്സിലാക്കുക, നന്നായി വായിച്ചു പഠിക്കുക. ഫലയുബല്യ ഷാഹിദുൽ ആഇബ്, ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ. ഇട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഫലയുബല്യ ഡാഷ് ആഇബ്, ഷാഹിദ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാജറുള്ളവർ. അർത്ഥം എഴുതാനൊക്കെ വരാം. ഹാജറുള്ളവൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഷാഹിദ് എന്നാൽ ഹാജറുള്ളവൻ. അപ്പോൾ തിരിച്ചും ചോദ്യം വരാം, മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നക്റഉ വനഫമു, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. അമാലുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. അപ്പോൾ ഇതൊക്കെ പാഠത്തിൽ വന്ന അറബി വേർഡ്സുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ദഫ്തർ ത്വാലിബിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് എന്താണ്? നുജിബ്, ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഏതെല്ലാം? അപ്പോൾ അവിടെ പറഞ്ഞ പ്രധാന കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്പർ 8 14 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ഓർഡറിൽ എഴുതുക. അതാണ് ഒന്നാമത്തെ വർക്ക് വന്നത്. അടുത്തതാ നസിൽ യോജിച്ച് ചേർത്തെടുക്കാനാണ്. അസ്വത്തുൽ ബദർ നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അസ്വത്തുൽ ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3-ാം വർഷം. അപ്പം അതിൻ്റെ ഡി എഴുതാം. അടുത്തതാ അസ്വത്തുൽ ഹന്തക്ക് യുദ്ധം, അത് ഹിജ്റ 5-ാം വർഷം. അപ്പം അതിൻ്റെ എഫ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഫതഹ് മക്ക ഹിജ്റ 8-ാം വർഷം. ഹിജ്റ 8-ാം വർഷമാണ് ഫതഹ് മക്ക. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതാം. അടുത്തതാ ഹുദൈബിയ കരാറ് എപ്പോഴാണ്? ഹിജ്റ 6-ാം വർഷം. അപ്പം അതിൻ്റെ നേരെ തന്നെ വന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഇ എഴുതി കൊടുക്കാം. ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എപ്പോഴായിരുന്നു? ഹിജ്റ 10-ാം വർഷം. അപ്പോൾ അത് നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ച പാഠത്തു നിന്ന് വന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത് നന്നായിട്ട് ബൈഹാർട്ടാക്കുക, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, മനസ്സിലാക്കാം. അടുത്തത് നംലൗൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഡാഷ് സഹാബികൾ പങ്കെടുത്തു. എത്രയാണ്? 1,00,000-ൽ പരം സഹാബികൾ. 1,00,000-ലധികം സഹാബികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് നോക്കി എഴുതുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നേതാക്കൾക്ക് ഡാഷ് കത്തയച്ചു. വേറെ ആർക്കായിരുന്നു? നേതാക്കൾക്കും രാജാക്കന്മാർക്കുമാണ് കത്തുകൾ അയച്ചത്. നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കത്തയച്ചു. അപ്പം അത് വരച്ചെഴുതുക. അടുത്തതാണ് ജീവിതത്തിൻ്റെ ഡാഷ് മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. എന്താണ്? നിഖില മേഖലകളെ, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. നിഖില എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളെയും. അർത്ഥം മനസ്സിലാക്കട്ടോ. ജീവിതത്തിൻ്റെ നിഖില മേഖലകളെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടേക്ക് എഴുതാം. അടുത്തതാ ഇസ്ലാമിൻ്റെ കേന്ദ്രമായി ഡാഷ് പ്രകാശിച്ചു. എന്തൊക്കെയാണ് പ്രകാശിച്ചത്? മക്കയും മദീനയും. ഇസ്ലാമിൻ്റെ കേന്ദ്രമായി മക്കയും മദീനയും പ്രകാശിച്ചു. നമുക്ക് അവിടേക്ക് അത് എഴുതാം. അടുത്തത് സഹാബികൾ ഡാഷ് ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പുറപ്പെട്ടു. എന്ത് ലക്ഷ്യമാക്കിയിട്ടാണ്? ഇസ്ലാമിൻ്റെ സന്ദേശവുമായി. ഇവിടെ ഉണ്ട്, ഇസ്ലാമിൻ്റെ യാത്ര ചെയ്തു. സന്ദേശവുമായിട്ടാണ് അവർ യാത്ര ചെയ്തത്. അപ്പോൾ സന്ദേശം ലക്ഷ്യമാക്കി. അത് അങ്ങനെ അവിടേക്ക് അങ്ങനെ എഴുതിയാൽ മതി. സന്ദേശം ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് ലക്ഷ്യമാക്കി എന്നാണ്? അപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലക്ഷ്യമാക്കി. സഹാബികൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലക്ഷ്യമാക്കിയിട്ടാണ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പുറപ്പെട്ടത്. അങ്ങനെ എഴുതുക. അടുത്തത് എന്താണ്? നുൻഷിൽ ജുമുല, വാക്യം നിർമ്മിക്കണം. നിഖില മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളെയും. അപ്പം എന്താ എഴുതാം? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു. അങ്ങനെ എഴുതാം. ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു. അങ്ങനെയും എഴുതാം. അടുത്തത് അഭിസംബോധന ചെയ്തു.
ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അഭിസംബോധന ചെയ്യുക, അതായത് അഭിമുഖീകരിച്ച് സംസാരിക്കുക, അതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിമുഖീകരിച്ചു സംസാരിച്ചു. മനസ്സിലാക്കിയത. അടുത്തതാ ക്ഷതമേൽപ്പിച്ചു. ക്ഷതമേൽപ്പിക്കുക പറഞ്ഞാൽ പരിക്കേൽപ്പിക്കുക. അപ്പം എന്ത് ചെയ്താ? പോറലേൽപ്പിക്കുക എന്നൊക്കെയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ ക്ഷതമേൽപ്പിച്ചു. അങ്ങനെ എഴുതാം നമുക്ക്. അടുത്തതാ ഒറ്റയായും കൂട്ടമായും. ഇസ്ലാമിലേക്ക് ആളുകൾ ഒറ്റയായും കൂട്ടമായും വന്നുകൊണ്ടേയിരുന്നു. ഒറ്റയായും കൂട്ടമായും ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അടുത്തെന്താണ്? നുത്തർജിമു ഇലാ ലുഅത്തിന. അറബി പരിഭാഷപ്പെടുത്താനാണ്, അർത്ഥം എഴുതാൻ. അപ്പൊ ഇർലുൻ എന്ന് പറഞ്ഞാൽ അഭിമാനം. നമ്മളെ പാഠത്തിന്റെ അവസാനത്തിൽ വന്ന നക്ര വനഫമു ഭാഗത്തുണ്ട് ഈ അറബികളൊക്കെ. അപ്പൊ അവിടെ നോക്കിയാൽ മതി. ഇർലു എന്ന് പറഞ്ഞാൽ അഭിമാനം. ദമ്മുൻ എന്ന് പറഞ്ഞാൽ രക്തം. ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജ്. അഫ്വാജ് എന്ന് പറഞ്ഞാല് കൂട്ടങ്ങൾ. അഫ്വാജുൻ കൂട്ടങ്ങൾ. ദഅവത്തുൻ എന്ന് പറഞ്ഞാൽ പ്രബോധനം. പ്രബോധനം. അപ്പൊ അത്രയും പരിഭാഷ ചെയ്യുക. ഇനി അടുത്ത ന്വാജീബാണ്. അറബി എഴുതണം. പ്രഭാഷണം എന്നുള്ളതിന്റെ ഹുത്തുബ എന്നാണ് പ്രഭാഷണത്തിന് എഴുതേണ്ടത്. ഇനിയോ നോമ്പിന് സൗമ് എഴുതാ. അടുത്തതാ സമ്പത്തിനാ മാലുൻ ധനം എന്നാണ്. സമ്പത്ത് ധനം. മാലുൻ എന്ന് അറബിയിൽ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ ഹാജറുള്ളവൻ എന്ന് പറഞ്ഞാൽ ഷാഹിദുൻ. ഹാജറില്ലാത്തവൻ ഷാഹിദുൻ ആഇബുൻ. ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ ഷാഹിദുൻ ആഇബുൻ. അപ്പൊ ഒക്കെ അവിടെ ഉണ്ട്, നന്നായി മനസ്സിലാക്കിയത്. ഇനി തഹസീസ് എന്താ അവിടെ വന്നത്? ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രഭാഷണത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാർ ചെയ്യാനാണ്. അപ്പൊ പ്രബന്ധം എഴുതുമ്പോ തുടക്കമൊക്കെ എന്താ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ ഇന്നിവിടെ എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1,00,000-ലധികം സഹാബികളോട് അഭിസംബോധന ചെയ്തു. ഇപ്രകാരം പറഞ്ഞു. എന്താണ്? നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, 5 നേരം നിസ്കരിക്കുക, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, നേതാക്കളെ അനുസരിക്കുക, അക്രമം നടത്താതിരിക്കുക, പരസ്പരം രക്തം ചിന്താതിരിക്കുക, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്, അന്യരുടെ ധനം അപഹരിക്കരുത്, സ്ത്രീകളെ ആദരിക്കണം, ദുരാചാരങ്ങൾ വെടിയണം, പലിശ ഉപേക്ഷിക്കണം, ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം, മനുഷ്യരെല്ലാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്, തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരാളെക്കാളും ഉന്നതനാവാൻ കഴിയില്ല, ശ്രേഷ്ഠനാവാൻ കഴിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ഫസ്റ്റ് പാഠത്തിന്റെ ബോക്സായിട്ട് അവസാനത്തിൽ വന്നതും എഴുതാം. എന്താണ്? ഇനി ഒരിക്കലും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഈ സ്ഥലത്ത് അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. മനുഷ്യരെ ഈ പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ സുദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പവിത്രത നൽകുക. ഇവിടെ ഹാജറുള്ളവർ ഈ സന്ദേശങ്ങൾ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞത്. അപ്പം എല്ലാവരും അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നാക്കി എഴുതി പഠിക്കുക. അപ്പോൾ അതേപോലെ തന്നെ 5 വരെ കുറയാതുള്ള ചോദ്യമായിട്ട് ഹജ്ജത്തുൽ വദായിലിനെ കുറിച്ച് എഴുതാൻ വന്നാലും നമുക്ക് ഈ പാഠം മനസ്സിലാക്കി 5 വരിൽ കുറയാതെ എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.